നമസ്തേ. ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റങ്ങൾ മേടം രാശിയിൽ ജനിച്ചവർക്കും ഇടവം രാശിയിൽ ജനിച്ചവർക്കും എന്തൊക്കെ ഫലങ്ങൾ നൽകുന്നു എന്നതിൻ്റെ ഒരു രൂപരേഖയാണ് എൻ്റെ കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് മിഥുനം രാശിയിലേക്ക് പോകാം. മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 3, 4 എന്നീ പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർതത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ. ഈ രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ജന്മരാശിയുടെ 10ലേക്ക് ശനി പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി സമയമാണ്. വരുന്ന 2.5 വർഷക്കാലത്തോളം ഇത് തുടരും. വ്യാഴം അവരുടെ ജന്മരാശിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ആശ്വാസ്യമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹസ്ഥിതിയല്ല. കർമ്മരംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ജോലിയിലുള്ളവർക്ക് അവിടെ ഒരു സ്വസ്ഥതയില്ലായ്മ, സുഖമില്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും അരക്ഷിതാവസ്ഥ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് വിപുലീകരണത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമല്ല. പുതിയതായി എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലതയില്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ വിവാഹ വിഷയങ്ങൾ, അതിനൊക്കെ തടസ്സമുണ്ടാകാം. വിദേശ യാത്രകൾ കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടായില്ലെന്ന് വരാം, ഒരുപക്ഷെ നടക്കാതെ തന്നെ വരാം. അതുകൂടാതെ സന്താനങ്ങളില്ലാതെ വിഷമം അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകൾ എടുക്കുന്നവർക്ക് അടുത്ത 1 വർഷക്കാലത്തേക്കെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടത് വലിയ പണച്ചിലവുള്ള ചികിത്സാ രീതികളിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. 1 വർഷക്കാലത്തിന് ശേഷം ഇതിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടാതെ തന്നെ മുമ്പോട്ട് പോവുക.